السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, മുഹിബീങ്ങളെ, എല്ലാവർക്കും നല്ല സുഖമാണെന്ന് കരുതുന്നു. അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. പഠിക്കുന്നതായ ഇൽമ് ജീവിതത്തിൽ ഉപകരിക്കാൻ നാഫിയായ ഇൽമ് അള്ളാഹ് നീ ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് മുഹിബീങ്ങൾ, ഒരുപാട് സഹോദര സഹോദരിമാർ, നൂറെ മദീന അതിൻ്റെ ഖാദിമീങ്ങൾ, ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവർക്കും അള്ളാഹ് ഇരുലോക വിജയം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. പ്രിയപ്പെട്ട മുഹിബീങ്ങളെ, അമുഖമായി ഒന്നും നീട്ടിപ്പറയാതെ ഒരു ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ കേൾക്കുന്നത്. പഴയ കാലത്ത് തന്നെ നമ്മളുടെ കേട്ടുകേൾവിൽ പെരുന്നാളിൻ്റെ ദിവസം എല്ലാവരും പറയുന്ന വാക്ക് ഈദ് മുബാറക് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ചെറിയ കുട്ടികളാണെങ്കിലും ഉമ്മയാണെങ്കിലും സഹോദര സഹോദരിയാണെങ്കിലും പറയുന്ന വാക്ക്, മെസ്സേജ് അയക്കുന്ന ഈദ് മുബാറക്. ഇത് പറയാൻ വേണ്ടി പറ്റൂല. ഇത് നമ്മുടെ ആചാരമല്ല, ഇത് അനാചാരമാണ്, ഇത് മറ്റുള്ളവർ കടത്തിക്കൂട്ടിയതാണ്. ഇങ്ങനെ പറയുന്നവരുണ്ട്. ഒരു ഉസ്താദ് റമദാനിന്റെ ഒരു പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്, ഈദ് മുബാറക് പറയരുതേ, ഈദ് മുബാറക് അല്ല, ചക്ക മുബാറക്കാണ്. പറയേണ്ട വാക്ക് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. എന്നാൽ ഇത് പറയാൻ വേണ്ടി പറ്റൂലേ? ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? അങ്ങനെ പല ആളുകളും, പല മുഹിബീങ്ങളും, ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ, സുഹൃത്തുക്കൾ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ചോദിച്ച് പഠിക്കാൻ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഒരുപാട് മുഹിബീങ്ങളുണ്ട്. അതിൽ ചോദിച്ച ഒരു ചോദ്യമാണ്, ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റൂലേ? ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അല്ലാഹു തആല നമുക്ക് നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ആലിംഗനം പാടില്ല. പെരുന്നാൾ ദിവസത്തിന്റെ ആലിംഗനം പാടില്ല. അത് യാത്രയിൽ മുന്നിട്ട് വരുന്നവരെ മാത്രമാണ് ആലിംഗനം സുന്നത്ത്. ഇത് എതിർക്കേണ്ട കാര്യമാണ്. സുന്നത്തില്ലാത്ത കാര്യം എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങളെ ഉസ്താദെല്ലാം പറയാറുണ്ട്, ഷേഖുനാ ബയ്യക്കി ഉസ്താദെല്ലാം പറയാറുണ്ട്, അറിയുന്നില്ലെങ്കിൽ അറിയുന്നില്ല എന്ന് പറയട്ടെ. കുറുക്കൻ വെള്ളത്തിൽ പോകുമ്പോൾ പറഞ്ഞില്ല, നാടേ പോയി. നാട് പോയതല്ല, കുറുക്കനാണ് പോയത്. അപ്പൊ അറിയുന്നില്ലെങ്കിൽ അറിയുന്നില്ല എന്ന് പറയട്ടെ. ഇനി അങ്ങനെ ഇല്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഇൽമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൽമ എന്ന് പറഞ്ഞാൽ അത് യഖീനാണ്, ഉറപ്പിച്ചിട്ട് പറയലാണ്. അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അത് പറയലല്ല, അത് ലന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ചില ആളെ വസ്വാസാക്കുമ്പോൾ ചില ജനങ്ങൾക്ക് വസ്വാസാക്കുന്നത് ഏതാണ് ശരി? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നമുക്കത് പഠിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. എപ്പോഴാണ് പെരുന്നാൾ ദിവസത്തിന്റെ ആശംസ അർപ്പിക്കൽ? പെരുന്നാൾ ദിവസത്തിന്റെ ആശംസ അർപ്പിക്കൽ അത് സുന്നത്താണ്. ഇത് പാഴാക്കി കളയരുത്. മാസത്തിന്റെ തുടക്കത്തിൽ ആശംസ അർപ്പിക്കാം. ഒരു കുഞ്ഞ് ജനിച്ചാൽ ആശംസ അർപ്പിക്കാം. എന്നാൽ അതെല്ലാം സുന്നത്താണ്. പെരുന്നാളിന്റെ ആശംസ അർപ്പിക്കൽ അതെന്താണ്? സുന്നത്താണ്. കൈ കൊടുത്തുകൊണ്ട്, മുസാഫത്ത് ചെയ്തുകൊണ്ട്,
ആശംസ അർപ്പിക്കൽ എന്താണ്? സുന്നത്താണ്. അതെങ്ങനെ? തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും വഈദ് മുബാറക് കുല്ലു ആമിൻ വഅൻതും ബിഖൈർ. ഇങ്ങനെയുള്ള പദങ്ങൾ. അപ്പൊ ഈദ് മുബാറക് എന്ന് പറയാൻ വേണ്ടി പറ്റും. ബഹുമാനപ്പെട്ട ഖാതിബുൽ മുഹഖ്ഖിഖീൻ ഇബ്നു അൽ-ഹജർ അൽ-ഹൈതമി റഹിമഹുല്ലാഹ്, ലോകത്തിലെ അധികാരി മുഫ്തി എന്നറിയപ്പെടുന്ന, തന്റെ തുഹഫയുടെ വ്യാഖ്യാനമാകുന്ന ഇമാം ഷർവാനി ഇമാം തന്റെ തുഹഫാന്റെ ആശയിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള പദങ്ങളെല്ലാം തൈനിയത്തിനിക്ക് ആശംസ അർപ്പിക്കാൻ വേണ്ടി പറ്റും. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, അല്ലെങ്കിൽ ഈദ് മുബാറക്, അല്ലെങ്കിൽ കുല്ലു ആമിൻ വഅൻതും ബിഖൈർ. ഇങ്ങനെ ആശംസ അർപ്പിക്കൽ ഇത് എപ്പോഴാണ് ആരംഭിക്കുന്നത്? ചെറിയ പെരുന്നാളാണെങ്കിൽ പെരുന്നാളിന്റെ രാത്രി മുതൽ പെരുന്നാൾ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ആശംസ അർപ്പിക്കാം. വലിയ പെരുന്നാൾക്കോ അറഫാന്റെ സുബഹി മുതൽ പെരുന്നാൾ ദിവസം കഴിയുന്നത് വരെ. അപ്പോൾ ആശംസ അർപ്പിക്കൽ എന്താണ്? അത് സുന്നത്താണ്. മാസത്തിന്റെ തുടക്കത്തിൽ മുഹറം, സഫർ, ഇങ്ങനെ ആശംസ അർപ്പിക്കൽ എന്താണ്? സുന്നത്താണ്. അപ്പൊ നമുക്ക് ഈ ഒരു കാര്യം എന്ത് മനസ്സിലായി? ഈദ് മുബാറക് പറയാൻ വേണ്ടി പറ്റും. ഈദ് മുബാറക് ബർക്കത്താകപ്പെട്ട പെരുന്നാൾ, അല്ലെങ്കിൽ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റും. കിതാബിലുള്ളതാണ് അത്. പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങൾ, അങ്ങനെ പറഞ്ഞതുകൊണ്ട് ബേജാറാകേണ്ട ആവശ്യമില്ല. നമുക്ക് പറയണമെങ്കിൽ നഖ്ല് വേണം, കിതാബിൽ പറയണം. അങ്ങനെ പറയാൻ വേണ്ടി പറ്റല. കാലിങ്ങനെ വായിൽ പറഞ്ഞാൽ പറ്റൂല, നഖ്ല് വേണം. ഏത് കിതാബിലാണ് ഉള്ളത് അങ്ങനെ പറയാൻ വേണ്ടി പറ്റാത്തത്? എന്നാൽ പ്രിയപ്പെട്ടവരെ, ആലിംഗനം അത് യാത്രയിൽ മുന്നിട്ട് വരുന്നവർ, അല്ലെങ്കിൽ തൂലുൽ ഗൈബ് വരെ ഒരു നാട്ടിൽ ഒരുപാട് കാണുന്നില്ല, കുറെ ദിവസമായി അവൻ വന്നത്, എന്നാൽ ആലിംഗനം സുന്നത്താണ്. അതല്ലാതെ പെരുന്നാളിന്റെ ആലിംഗനം എന്തില്ല, സുന്നത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെ പറഞ്ഞവരുണ്ട് ഇമാമിങ്ങൾ. എന്നാൽ നമ്മൾ ഏതടിസ്ഥാനത്തിലാണ് ആലിംഗനം ചെയ്യുന്നത്? ആലിംഗ വന്നിരിക്കലോ ഗൾഫിലുള്ളവർ പെരുന്നാളിന് വന്നവരായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ മറ്റുള്ള നാട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നവർ പെരുന്നാളിന് വന്നിട്ടുണ്ടാവും. ആ നിലക്ക് ആലിംഗനം സുന്നത്താണ്. അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം ബഗവി ഇമാം പറയുന്നുണ്ട്, ശിദ്ദത്തുൽ ഹുബ്ബ്, അതായത് അൽ ഹുബ്ബു ഫില്ലാ, അല്ലാഹു തആലാന്റെ ഒരു സ്നേഹം പ്രകടിപ്പിക്കുക. പെരുന്നാൾ ദിവസത്തിന് ഒരുപാട് പാപങ്ങളും ദോഷങ്ങളും പൊറുപ്പിക്കുന്ന ദിവസമാണ്. അങ്ങനെയുള്ള ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന ആ അടിസ്ഥാനത്തിലും എന്താണ്? സുന്നത്താണ്, നല്ല കാര്യമാണ് ആലിംഗനം. അതിനെ എതിർക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയുണ്ട്. എന്നാൽ പെരുന്നാളിന്റെ കൈപിടിച്ച് മുസാഹഫത്ത് ചെയ്യാം. ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ പറയുന്നു, മുസാഹഫത്ത് ചെയ്യുമ്പോൾ, കൈപിടിക്കുമ്പോൾ, മുസാഹഫത്ത് ചെയ്യുമ്പോൾ അവന്റെ എല്ലാ ദോഷങ്ങളും മുതിർന്നു വീഴുകയാണ്, അവന്റെ ഹൃദയം ശുദ്ധീകരിക്കുകയാണ്. എന്നാൽ മുസാഹഫത്ത് ചെയ്യുമ്പോൾ ഒന്നിനും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് പറയാറുണ്ടല്ലോ, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ഈദ് മുബാറക് എല്ലാം പറഞ്ഞിട്ട് കൈ മുസാഫത്ത് പിടിച്ച് മുസാഫത്ത് ചെയ്യാറുണ്ടല്ലോ, അത് നല്ല കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, വേറെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മ അല്ലെങ്കിൽ ഇതിന്റെ കമന്റിലൂടെ അറിയിക്കാം. പ്രിയപ്പെട്ടവരെ, നല്ല കാര്യം പഠിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് മുഹിബ്ബീങ്ങൾ, ഒരുപാട് സ്നേഹിതന്മാരുണ്ട്, പഠിക്കുന്നവരുണ്ട്, ചോദിച്ച് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല
ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ, നല്ല കാര്യം ചെയ്യാൻ അല്ലാഹ് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. റമളാൻ മാസം ഞങ്ങൾക്ക് ഗുണമായി സാക്ഷി കേൾക്കുന്ന കൂട്ടത്തിൽ പെടുത്തണേ റഹ്മാനെ. ഒരുപാട് സഹോദര സഹോദരിമാർ മുഹിബ്ബീങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട്, പല ഉദ്ദേശങ്ങൾ പറഞ്ഞവരുണ്ട്. എല്ലാവരുടെയും ഖൈറായ ഉദ്ദേശങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.